ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സിംപ്ലി ഷെയറിങ്. നമ്മൾ ഇന്ന് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഷൂട്ടിൻ്റെ ലൊക്കേഷൻ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ നമ്മളൊരു ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നീട് പറയാം. അപ്പം ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ പോകുന്ന ലൊക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യ് കേട്ടോ. നമ്മൾ പോകുന്നത് ഇല്ലിത്തോട് എക്കോ ടൂറിസത്തിലേക്കാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് മഹാഗണി തോട്ടങ്ങളും പിന്നെ നമ്മുടെ പുലിമുരുകനും ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് പോയി അവിടെ ഒന്ന് നോക്കി നമുക്ക് ഓക്കെ ആണെന്നുള്ളോ ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ പോകുന്നത്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്. കുറച്ച് പേര് വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഫോറസ്റ്റ് രണ്ട് സൈഡും നന്നായിട്ട് വനാന്തരീക്ഷമാണ്. ഞങ്ങൾ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയണത് എനിക്കറിയത്തില്ല. ഒരു പ്രത്യേക ഫീലായിരുന്നു അതിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മഴ വരികയും നല്ലൊരു എന്താ പറയുക പ്രത്യേക ഒരു ഫീലിങ്സ് ആയിപ്പോയി ഞങ്ങൾക്ക്. നല്ല രസമുണ്ടായിരുന്നു ആ സമയം. ഇപ്പോൾ ഒരു വണ്ടി നമ്മളെ പാസ് ചെയ്ത് പോകട്ടെ, അതിൻ്റെ അവരെ തലയുടെ ആ ഭാഗത്തോട്ട് നോക്കി കണ്ട ഒരു വെട്ടം ഇങ്ങോട്ട് വരുന്ന പോലെ വേറൊരു വണ്ടി വരുമ്പോഴും ഈ സെയിം സംഭവം വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ നോക്കി ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ അത് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഗ്രാമം എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ഗ്രാമപ്രദേശം. ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ മുതിർന്നവർക്ക് എത്ര രൂപ കൊടുക്കണം, വണ്ടിക്കും ക്യാമറയ്ക്കും എത്ര രൂപ കൊടുക്കണം എന്നുള്ള നോട്ടീസ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടുന്ന് കാട്ടിലെ തേന്, കുന്തിരിക്കം, കുടംപുളി അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അവിടെ വിൽക്കാനും ആ സ്റ്റോറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം കയറിപ്പോകുന്ന വഴിയാണിത്. മഹാഗണിത്തോട്ടവും ഇവിടെ വേസ്റ്റുകളൊന്നും വലിച്ചെറിയലെന്ന് പറയുന്ന ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് നടക്കാം, ഒന്നിച്ച് നടക്കാം. നമ്മൾ മുന്നോട്ട് നടക്കുമ്പം കുറേ കുരങ്ങന്മാർ ഇവിടെയൊക്കെയായി കാണും. ഇവിടെ വിഷ്ണുവേട്ടൻ ആ കാണുന്ന ആ വള്ളിയിൽ ചാടിപ്പോയതാണ് കണ്ടത്. പുള്ളിക്ക് പിള്ളേറെ മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു വഴി പോലെ നമുക്ക് അതിലേക്ക് പോകാനുള്ള ഒരു വേ ഒഴുക്കി തന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ശരിക്കും നല്ല കാടാണ്. കാട്ടുവള്ളികളൊക്കെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കണം നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആലോചിക്കായിരുന്നു ദൈവമേ എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും. ആ ഒരു ഇത് നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു നമ്മൾ നടന്നു പോകുന്ന ആ ഒരു വഴികളും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ കാണുന്ന വഴിയുടെ നടുക്കൊക്കെ മരങ്ങളും ഉണ്ട്, കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നടുക്കൊക്കെ മരങ്ങളും ഉണ്ട്. രണ്ട് സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ നടന്ന് പോയിട്ടുള്ള ഒരു പാതയാണെന്ന് തോന്നുന്നു ഈ തെളിഞ്ഞിരിക്കണത്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. നല്ല കാടാണ്. നിങ്ങൾക്ക് രണ്ട് ഭാഗം നോക്കിക്കഴിയുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. നല്ല കാടും ഇതൊക്കെ നമ്മൾ നടന്നു പോകുന്ന വഴിയാണ്. ഇതൊക്കെ അവിടെ കുളിച്ചിട്ട് തിരിച്ച് കയറി വരുന്ന ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് മുത്തക്ഷൻ മരം എന്ന് അറിയപ്പെടുന്ന ഒരു ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു മരത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയി കയറുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ അങ്ങോട്ട് നടന്നു പോകുമ്പം അവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. ഇതാണ് മഹാഗണിത്തോട്ടമാണ് ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്. അവിടെ മുത്തക്ഷൻ മരം എന്നറിയപ്പെടുന്ന മരത്തിലാണ് ഇവരെല്ലാവരും നോക്കി നിൽക്കുന്നത്. നമുക്കതൊന്ന് കാണാം. ഇതാണ് നമ്മുടെ മുത്തക്ഷൻ മരം. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ അവരവിടെ നിന്നിട്ട് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്ര വീതി, ഇത്ര വണ്ണം, ഇത്ര പഴക്കം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇനിയും കാണാനുണ്ട്. നമുക്ക് അവിടെ നിന്ന് മാറാം. ഇവിടെ എല്ലാം മഹാഗണിത്തോട്ടങ്ങളാണ്. ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. കണ്ടോ നല്ല ഉള്ളിലേക്ക് നല്ല ഫോറസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല നമ്മൾ പാമ്പുകളുണ്ടെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇവിടെ നടക്കുന്ന ഏരിയകളായതുകൊണ്ട് നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം എന്ത് രസമാണല്ലേ കാണാൻ. ശരിക്കും അവിടെ കണ്ടില്ലേ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു ചെറിയൊരു സംഭവമൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ വിഷ്ണുവേട്ടൻ പറയായിരുന്നു കപ്പിൾസിനൊക്കെ വന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് അവിടെ പോയി കുളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നതാണ്. എന്തായാലും പോകുന്നതല്ലേ, വാഴ നനയുമ്പോൾ ചീര നനയട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാ ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയൊക്കെ. ഇവിടെ ഒരു മരം ഞാൻ കണ്ടിട്ട് എൻ്റെ കിളി പോയി മക്കളെ, ഒന്നും പറയാനില്ല. ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ടുണ്ടല്ലോ, ഭ്രാന്ത് പിടിച്ച എന്താ പറയുക മതവിളകി വിത്തുകളെ പോലെ ഓടിപ്പോയത്. കാരണം എന്ന് വെച്ചാൽ അത്ര വലുപ്പമുണ്ട് ആ മരത്തിന്. ഒരു 10-12 പേര് ഒന്നിച്ച് പിടിച്ചാൽ പോലും ആ മരം കവർ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഞാൻ നോക്കാറുണ്ട് കുറേ ഡാൻസൊക്കെ കളിച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പം ചേട്ടൻ പറയുന്നുണ്ട് അവർ പോട്ടെ, അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്ന് മാറാം, അവർക്കൊരു വഴി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വഴി മാറ്റി തന്നു ആ ചേട്ടൻ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടെ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു, നമ്മളൊക്കെ അത് കാണാൻ പറ്റിയില്ല. കാരണം അതിന് മുന്നേ നമ്മളിങ്ങനെ വന്നു. എനിക്ക് തോന്നുന്നു ഡാൻസിങ് സ്കൂളിലെ പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. നമ്മളങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ കാണുന്നത് കുപ്പി പിടിച്ചിരിക്കുന്ന ചേച്ചി ഉണ്ടല്ലോ, നല്ലൊരു ചേച്ചിയാണ് കേട്ടോ. അത് ഇറങ്ങിപ്പോകുമ്പം ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇരിക്കാനും ഊഞ്ഞാലാടാനും ഒക്കെ നല്ല സ്പോട്ടാണത്, നല്ല രസമാണ്. ആ ചേച്ചിയുടെ ചിരി ഉണ്ടല്ലോ, ഞാൻ ചേച്ചിയെ കാണിച്ചു തരാം കേട്ടോ. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, താഴെ നമ്മൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അവിടെ കുറേ ഊഞ്ഞാലും ഇരിക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് ബോർഡ് ശ്രദ്ധിക്കുക, ഈ പുഴ നിന്നെ അതിൻ്റെ ആഴങ്ങളിലേക്ക് വശീകരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നമുക്ക് ആഴമില്ലാന്ന് തോന്നിയാലും നല്ല അടിയൊഴുക്കുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. ഒരു പിടിവള്ളിയൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുമ്പം നമ്മൾ വന്ന സ്ഥലമാണ് മക്കളെ കാണുന്നത്. എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ഞാനിവിടുന്ന് ഇറങ്ങിപ്പോയത് കണ്ടതും വാവ് എന്ന് ഞാൻ പറയുന്നുണ്ട്. അവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോയി. എനിക്കാണെങ്കിൽ വെള്ളം കണ്ട പ്രാന്താണ്, ഞാൻ അപ്പം ചാടും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റെ. അപ്പം ഞാനങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പം ഫാമിലി, പ്രായപരിധി ഇല്ലാതെ ചെറുത് വലുത്, 1 വയസ്സുള്ളത്, 2 വയസ്സുള്ളത്, 50 വയസ്സുള്ളത്, അങ്ങനെയുള്ള എല്ലാവരും അവിടെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് പറ്റിയ സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് പോയപ്പോൾ മനസ്സിലായി. നമുക്ക് ഒരു ഷൂട്ടിന് പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലായി. പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എനിക്കങ്ങോട്ട് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് എൻ്റെ കൺട്രോൾ പോയി. എനിക്ക് എങ്ങനെയും ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ വാഴ നനയുമ്പോൾ ചീര നനയുന്ന പോലെയെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫോണ് ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട്, നമ്മളോട് വന്ന ചേട്ടനെ കൊടുത്തിട്ട് വീഡിയോ എടുപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ മക്കളെ? നിങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്ക്. ഞാൻ ഇറങ്ങിപ്പോവാണ് ഒരു നിക്കറൊക്കെ ഇട്ടിട്ട്. ഞാൻ അവിടെ പോയിട്ട് പറയാണ് ഇവിടെ ഇത്ര ആഴമുണ്ട്, അത് കഴിയുമ്പോൾ എത്ര ആഴമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാണ് അവിടെ നിന്ന് ടവർ എടുത്ത്. ഞാൻ പോയതും പാൻ്റൊക്കെ ഊരിട്ടിട്ട് അടിയിലൊരു ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് പോയത്. എനിക്കറിയാം ഇവിടെ ചാടാൻ ഉണ്ടാവുമെന്ന്. അങ്ങനെ നമ്മളിനി കുളിക്കാൻ പോകണ്ട, അത് കാണിക്കില്ല. കുളി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് എന്ത് രസമാണെന്നറിയാം, ഒരു ഫീലിങ്സ്. തിരിച്ചു പോകുന്ന വഴിയിൽ കുരങ്ങന്മാരെയൊക്കെ കണ്ട് ചെറിയൊരു കട്ടനടിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരിക.